മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് ആകെ അസ്വസ്ഥയാവുകയാണ്. ആ സമയം ഉണ്ണി എന്താണെന്ന് ചോദിച്ചെഴുന്നേൽക്കുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, അയാളുടെ ഇടതുകാല് ചലിക്കുന്നതായിട്ട് എനിക്ക് ഒരു ദിവസം തോന്നിയതാണ്. അയാളുടെ നട്ടലിന് ചലനശേഷി കിട്ടിക്കാണുമോ? ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ വല്ല സ്വപ്നം കണ്ടിരുന്നോന്ന്. അതെ, ഞാൻ കണ്ടു ഉണ്ണിയേട്ടാ. അയാൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇനി അതും കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് കരുണയ്ക്ക് ആകെ ദേഷ്യമാവുകയാണ്. ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ കരുണയെ എന്ന് ചോദിക്കുന്നു. കരുണ പറയുന്നുണ്ട്, ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും ഉണ്ണിയേട്ടാ, അതിലൊരു സംശയവുമില്ല. 18-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അവളുടെ ആയുസ് ഞാൻ എടുത്തിരിക്കും ഉണ്ണിയേട്ടാ. നിങ്ങളെല്ലാം തോറ്റെടുത്ത് ഞാൻ ജയിച്ചിരിക്കുമെന്ന് ഒരു ദൃഢനിശ്ചയത്തോടുകൂടി കരുണ പറയാണ്. പിന്നീട് തോമസ് വൈദ്യരെ ക്ലിനിക്കിൽ വെച്ച് മഹാലക്ഷ്മിയും മേഘനും നേർക്കുനേർ കണ്ടുമുട്ടുകയാണ്. മേഘൻ മഹാലക്ഷ്മിയോട് നല്ല രീതിയിലെല്ലാം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് മുന്നിൽ ഒരു ചെറിയ നാടകം തന്നെയാണ് മേഘൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മഞ്ജു എന്നെ വിട്ടു പോയി, എന്റെ കുടുംബജീവിതം തകർന്നു, അതുപോലെ അച്ഛൻ ഈ അവസ്ഥയിലായി. ഇതിനെല്ലാം കാരണം ഞാൻ മഹാലക്ഷ്മിയോടും കണ്ണനോടും ചെയ്ത തെറ്റുകളുടെ ശിക്ഷ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണെന്നെല്ലാം മഹിയോടായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ജുവിനെ എനിക്ക് വലിയ സ്നേഹമായിരുന്നു, പക്ഷെ അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കാണ്ട് ആ സാഗറിനൊപ്പം ഇറങ്ങിപ്പോയതെന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മഹാലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരികയാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട് മേഘനോട്, തനിക്കിത് പറയാനായിട്ട് നാണമില്ലടോ. താൻ അവളെ വഞ്ചിച്ചു എന്ന് അവൾക്ക് മനസ്സിലായപ്പോഴാണ് അവൾ സാഗറിനൊപ്പം പോയതെന്ന്. വിവാഹത്തിന് മുൻപ് ഒരു കാമുകിയും അതിലൊരു കുഞ്ഞുമുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് പെണ്ണാടാ സഹിക്കുന്നതെന്നെല്ലാം മഹാലക്ഷ്മി മേഘനോടായിട്ട് ചോദിക്കുന്നുണ്ട്. മഞ്ജുവിൻ്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണായാലും ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുകയുള്ളൂ. നീ ജീവന് തുല്യം സ്നേഹിച്ചത് മഞ്ജുവിനെ അല്ല, മഞ്ജുവിൻ്റെ സ്വത്തിനെ മാത്രമാണെന്നും മഹാലക്ഷ്മി എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മേഘനാഥനാണെങ്കിൽ ആകെ നാണം കെട്ടു മഹാലക്ഷ്മിക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി ഫിനാൻസിലേക്ക് പോകുന്നുണ്ട്. ആ സമയം കണ്ണന് കൂട്ടു നിൽക്കാനായിട്ട് അനന്തു എത്തുന്നുണ്ട്. അതേസമയം മേഘനാഥനാണെങ്കിൽ ഈ കണ്ണന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്കയുമുണ്ട്. എല്ലാ മാസവും ഇവർ ചികിത്സയ്ക്കായിട്ട് ഇവിടെ എത്തുന്നുണ്ടല്ലോ, വല്ല മാറ്റം ഉണ്ടാവാണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് മേഘൻ. അങ്ങനെ ആ സമയം കണ്ണൻ്റെ മുറിയുടെ താക്കോൽ പഴുതിലൂടെ മേഘനാഥൻ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ സമയം കണ്ണൻ്റെ ഇരുകാലുകളും ചലിക്കുന്നത് മേഘനാഥൻ കാണുകയാണ്. ഇത് കാണുന്നതോടെ ആകെ ഞെട്ടിത്തെരിക്കുകയാണ് മേഘൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാവരും നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ ഇടതുകാലും വലതുകാലും ചലിക്കുന്നുണ്ട്. ഇനി അധികം താമസിയാതെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുക തന്നെ ചെയ്യുമെന്ന് മേഘന് തോന്നുകയാണ്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ശത്രുപക്ഷത്തെ ഒന്നടക്കം ഈ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മേഘനാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, 18-ാം തീയതി നടക്കുന്ന ആ ചടങ്ങിൽ ഒരു പിഴവും കരുണയ്ക്ക് സംഭവിക്കരുതെന്ന് പറയുന്നുണ്ട്. അന്ന് വിചാരിച്ച കാര്യം നടന്നിരിക്കുക തന്നെ വേണം എന്നെല്ലാം ഉണ്ണിയോടായിട്ട് മേഘൻ പറയുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് ചെന്ന് പറയുന്നുണ്ട്, നീയും അമ്മയും സംശയിച്ചതുപോലെ തന്നെ അയാളുടെ ഇടതുകാലും ചലിച്ചു തുടങ്ങുന്ന ആ കാഴ്ച മേഘേട്ടൻ കണ്ടു എന്ന കാര്യം കരുണയെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന കരുണയും ആകെ അതിശയിക്കുകയാണ്. എന്നാലും കരുണ ഒരു വാശിയോടുകൂടി തന്നെ പറയാണ്, അയാൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല ഉണ്ണിയേട്ടാ. അയാൾ ഇനിയുള്ള ജീവിതവും അയാളുടെ വീൽചെയറിൽ തന്നെ ജീവിച്ചു തീർക്കും. മഹാലക്ഷ്മി കൂടെ ഉണ്ടായാൽ മാത്രമേ അയാളുടെ ചികിത്സയ്ക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ചലനശേഷി കിട്ടിയ കാലുകൾ പോലും പഴയ അവസ്ഥയിലാകും. ഇങ്ങനെ പ്രതികാരത്തോടുകൂടി സംസാരിക്കുന്ന കരുണയെ കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.